ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 49/2026 ചോദിച്ച ഒരു ലേറ്റസ്റ്റ് PYQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ പരൌട്ട് ബർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ആരാണ്? ശ്യാമൽ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ചൗരി ചൗര സംഭവം ആണ്. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? സി ശങ്കരൻ നായർ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ഉസ്മാൻ ഡെബലെയാണ്. താഴെ പറയുന്നവ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഉപദ്രവ്യ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയെ നദികളുടെ ശരിയായ പോഷക നദികൾ ഏത്? നദികളുടെ ശരിയായ പോഷക നദികളാണ് ചമ്പൽ ബനാസ് ഗോദാവരി കൊയ്ന ആണ്. ചമ്പൽ ബനാസ് ഗോദാവരി കൊയ്ന. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകാൻ എടുക്കുന്ന തിരമാലകളുടെ എണ്ണമാണ് തിര ആവർത്തി. താഴെ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന 1, 2, 3. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷിംലോങ് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷിംലോങ് പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന 2ഉം 3ഉമാണ്. വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണ് ചിറ്റൂര്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ പൊതുമേഖലയും സ്വകാര്യ മേഖലയുമാണ്. താഴെ തന്നിരിക്കുന്ന ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ എല്ലാം: അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം. ഇന്ത്യൻ ഭരണഘടനയും പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? റഷ്യ. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല പ്രാഥമിക മേഖല. താഴെ പറയുന്ന സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോല് പ്രതിശീർഷ വരുമാനമാണ് സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോല്. താഴെ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാത്ത നികുതിയാണ് തൊഴിൽ നികുതി. അപ്പോൾ തൊഴിൽ നികുതി കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാത്ത നികുതിയാണ്. ചോദനം അതിൻ്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് JB സേ ആണ്. കാലക്രമത്തിൽ എഴുതുക. ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ: ആദ്യം രാജേന്ദ്ര പ്രസാദ്, രണ്ടാമത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, BV ഗിരി. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. രാജ്യസഭ. ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ ലോക്സഭ. രാജ്യസഭ എന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ലോക്സഭ ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 1858 ആണ്. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് 3 മാത്രമാണ്. പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരമുണ്ട് എന്നത് തെറ്റാണ്.
ബാക്കി 3 ശരിയാണ്. ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. ജഡ്ജിമാരുടെ കാലാവധി ഉറപ്പു നൽകുക. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ഇവരാരുമല്ല. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. 91-ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. 74-ാം ഭരണഘടനാ ഭേദഗതി നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. 86-ാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. 42-ാം ഭരണഘടനാ ഭേദഗതി ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് 1, 3. ഭരണഘടന 243K വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുൻപായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് 1, 2 കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനയും ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 1, 2 ശരിയായിട്ടുള്ളത് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റ് 2, 3 തെറ്റാണ്. 1 ശരി. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് 1, 3 വയോജന ക്ഷേമത്തിനായി രാജ്യത്താദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബില്ല് കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. കേരള സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രസ്താവനയിൽ ശരിയായത് 1 മാത്രമാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൻ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. പഴയ ഈച്ച അറിയപ്പെടുന്നത് ഡ്രോസോഫില. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ലോക ഡയബറ്റിക് ദിനം നവംബർ 14. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ സി. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തെ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിങ്ങ. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്നത് 2026. ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോഗ്രാം ജൂൾ ആണ്. ഇത് എത്ര കലോറിക്ക് തുല്യമാണ്? 200. 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്? -5D. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് 2, 4 ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. പ്രകാശം വൈദ്യുതകാന്തിക തരംഗമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനയും ശരിയാണ്. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത 2025 ഏപ്രിൽ 6 ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്ററാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. STP 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം 22.4 ലിറ്റർ. കപട സംക്രമണ മൂലകമാണ് സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്.
ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റ് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി 2023 ഓഗസ്റ്റ് 23. ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചവിട്ട് നാടകം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. അപ്പുക്കളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലുള്ളതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. ശബരിമല ക്ഷേത്രം ഏതു ജില്ലയിൽ? പത്തനംതിട്ട. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ചത് തന്തപ്പേര്. മച്ചാട്ടിയളയത് ഏത് സാഹിത്യശാഖയുടെ പ്രസിദ്ധീകരണം നേടിയിട്ടുള്ളത്? തിരുവാതിരപ്പാട്ട്. ചേരമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കൊടുങ്ങല്ലൂർ. 1 KB എന്ന് വെച്ച് കിലോബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണ്. താഴെ പറയുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മോസില്ല ഫയർഫോക്സ്. സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം IT Act 2000. ആരാണ് WW കണ്ടുപിടിച്ച? ടിം ബേർണേഴ്സ്-ലീ. ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിലുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏതുതരം നെറ്റ്വർക്കാണ്? PAN. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അഖിൽ P. ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി. 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏതുതരം വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതല്ലാത്തത്? ഇന്ത്യയുടെ പരമാധികാരത്തെ അഖണ്ഡതയും ബാധിക്കുന്നവ. പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ 5 വർഷം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമ വകുപ്പ് 34 പ്രകാരം 1 കോടി രൂപ വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടത് ജില്ലാ കമ്മീഷൻ. 2005 ഗാർഹിക പീഡന നിയമത്തിൽ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക? മജിസ്ട്രേറ്റ്. പട്ടികജാതി പട്ടികവർഗ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്യുന്നതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക? പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം അംഗമല്ലാത്ത ആരെയും.